ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ന്യൂ ഡ്രാമയുടെ നെക്സ്റ്റ് എപ്പിസോഡുമായിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ അധികം വെയിറ്റ് ചെയ്യാണ്ട് നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോകാം. അങ്ങനെ ഇപ്പൊ കട്ട് ചെയ്താല് ഗ്രാൻഡ്മക്ക് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് നമ്മുടെ ഹുവാന വാങ്ങിയിട്ടുണ്ട്. അതിപ്പോ ഹുവാനയുടെ കയ്യിലേക്ക് എത്തും. അങ്ങനെ അതും എടുത്ത് നമ്മുടെ ഹുവാന അവിടെ നിന്ന് ഇറങ്ങും. അതേ ടൈം ഗ്രാൻഡ്മ മിങ്ങിന് കോൾ ചെയ്തിട്ട്, എപ്പോഴാണ് നീ എന്നെ പിക്ക് ചെയ്യാനായിട്ട് വരുന്നത്? ചിങ്ലി ഹോട്ടലില് നമുക്കൊരു ഫാമിലി ഡിന്നർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സ്പെഷ്യൽ ഡിഷസ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് പ്രത്യേകം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എപ്പൊ നീ എത്തുമെന്ന് ഇങ്ങനെ ചോദിക്കും. ഗ്രാൻഡ്മക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഡ്രസ്സ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അത് വാങ്ങിയിട്ട് ഞാൻ അങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞ് മിങ് നേരെ ഒരു ഷോപ്പിലേക്ക് ചെല്ലും. അങ്ങനെ ആ ഡ്രസ്സൊക്കെ എടുത്ത് നോക്കി പാക്കൊക്കെ ചെയ്ത് പുള്ളിക്കാരൻ അവിടെ നിന്ന് ഗ്രാൻഡ്മയുടെ അടുത്തേക്ക് ഇറങ്ങും. അതേ ടൈം ഹുവാനയുടെ പാരന്റ്സും ഗ്രാൻഡ്മയുടെ കൂടെ ഡിന്നറിന് പോവാനായിട്ട് റെഡിയായി ഇറങ്ങുവാണ്. ആ ടൈമിന് ഗ്രാൻഡ്മ ഹുവാനെ കൊടുത്ത ആ ഒരു ബൊക്കെയൊക്കെ എടുത്ത്, ഇതിലെ റോസസ് ഒക്കെ എന്തു ഭംഗിയാണ് കാണാൻ, അത്രയും നല്ല രീതിക്കാണ് ഹുവാന ചൂസ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞ് ആ ഒരു ബൊക്കെയും വെച്ച് ഡാൻസ് ഒക്കെ ചെയ്യാനായിട്ട് തുടങ്ങും. പെട്ടെന്നാണ് ഗ്രാൻഡ്മക്ക് ഹാർട്ടിൽ പെയിൻ വരുന്നത്. അങ്ങനെ തന്നെ കൈ നെഞ്ചത്തേക്ക് വെച്ച് പെട്ടെന്ന് അവിടെ ബോധം കെട്ട് വീഴും. ഹുവാന റൂമിലേക്ക് എത്തുമ്പോഴേക്കും ഗ്രാൻഡ്മ മരിച്ചു എന്ന് പറഞ്ഞ് കൺഫേം ചെയ്തിട്ടുണ്ട്. ഇത് കണ്ട് ഷോക്കായിട്ട് നിൽക്കുമ്പോഴേക്കും മിങ് അകത്തേക്ക് കയറി വരും. ഹുവാനയുടെ കയ്യിലുള്ള ബാഗ് പെട്ടെന്ന് നിലത്തേക്ക് വീഴും. ഗ്രാൻഡ്മക്ക് വേണ്ടിയിട്ട് വാങ്ങിയ ഒരു ഡാൻസിങ് ഷൂ ആണ്. അങ്ങനെ രണ്ടുപേരും അവിടെ നിന്ന് ഭയങ്കരമായിട്ട് കരയാനായിട്ട് തുടങ്ങും. അങ്ങനെ ഇപ്പോ ഗ്രാൻഡ്മയുടെ ഫ്യൂണറൽ ഡേ ആണ്. അങ്ങനെ ആദ്യം മിങ് വന്ന് ഗ്രാൻഡ്മക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത ആ ഒരു ഡ്രസ്സ് ഗ്രാൻഡ്മയുടെ കല്ലറയുടെ മുകളിലേക്ക് വെക്കും. അതിനുശേഷം ഹുവാനയും വന്ന് അവള് ഗ്രാൻഡ്മക്ക് വേണ്ടി വാങ്ങിയ ആ ഷൂവും വെച്ചിട്ട് ഗ്രാൻഡ്മക്ക് വേണ്ടിയിട്ട് ഒരു സ്പീച്ച് ഒക്കെ കൊടുക്കും. അതിനുശേഷം ഗ്രാൻഡ്മയുടെ ലോയർ വരും. ഗ്രാൻഡ്മ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ തയ്യാറാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞ് അവിടെ തന്നെ ഒരു വീഡിയോ പ്ലേ ചെയ്യാനായിട്ട് തുടങ്ങും. ഫോണിൽ എങ്ങനെയാണ് വീഡിയോ എടുക്കേണ്ടതെന്നൊക്കെ എനിക്ക് ഹുവാനെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിന് പ്രകാരമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഇനി നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഞാൻ മരിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ഞാൻ നിങ്ങളുടെ ഇടയിൽ ഒരു ട്രെൻഡ് സെറ്റർ ആവില്ലേ? എനിക്കതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ നിങ്ങൾ ഞാൻ മരിച്ചു എന്ന് വിചാരിച്ച് സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ എന്റെ ജീവിതം ഹാപ്പി ആയിട്ടാണ് ജീവിച്ചിട്ടുള്ളത്. എന്റെ ജീവിതം ഇത്രയും ദൂരം പിന്നിട്ട് വന്നത് ഞാൻ ഡിസൈൻ ചെയ്ത പ്രകാരമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ മരിച്ചാലും നിങ്ങൾ സങ്കടപ്പെടേണ്ട. ഞാൻ ഹാപ്പി ആയിട്ട് തന്നെയായിരിക്കും സ്വർഗത്തിലേക്ക് പോവുക. കുറച്ച് കഴിയുമ്പോൾ നിങ്ങളും എന്റെ അടുത്തേക്ക് വന്നേക്കാം. പക്ഷെ അതിന് കുറച്ച് കാലതാമസമൊക്കെ എടുക്കും. അതുവരെ ഞാൻ വെയിറ്റ് ചെയ്തോളാന്ന് എല്ലാവരോടും കൂടി പറയും. എനിക്കിനി എന്റെ ഫാമിലി മെമ്പേഴ്സിന്റെ അടുത്താണ് സംസാരിക്കാനായിട്ടുള്ളത്. ആദ്യം എന്റെ മോന് ഭംഗിയില്ല എന്നുള്ളൊരു സങ്കടമൊക്കെ ഉണ്ട്. എന്തായാലും നിന്റെ ഭംഗി ഉള്ളിലാ ഉള്ളത്. നീ നിന്റെ ലവ് എല്ലാം നിന്റെ ഭാര്യക്ക് കൊടുത്തു. അത് തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിൽ നീ പ്രൗഡായിട്ട് ഫീൽ ചെയ്യണം. പിന്നെ എന്റെ മരുമോളോടായിട്ട് ഒരു കാര്യം പറയണം. നിന്റെ രണ്ട് മക്കളും നിന്നേലും വളർന്നു വലുതായി, അവര് മെച്ചൂർഡായി. അവർക്കിനി എങ്ങനെ മുന്നോട്ട് പോകണം എന്നൊക്കെ അവർക്ക് തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ നീ അവരുടെ മുകളിൽ ഫോഴ്സ് ചെയ്യാനായിട്ട് പാടില്ല. അത് തെറ്റാണെന്ന് പറയും. അതിനുശേഷം നീ നല്ല കുട്ടിയാണ്, പക്ഷെ ആൺകുട്ടികൾ ഇത്തിരിയും കൂടി സ്ട്രോങ് ആവണമെന്ന് പറയും. അതിനുശേഷം നിങ്ങിന്റെ അടുത്തേക്ക് തിരിഞ്ഞിട്ട്, കൂട്ടത്തില് നിന്നെ വിട്ടിട്ട് പോകുന്നത് ഓർത്താണ് എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം ഉള്ളത്. എന്തായാലും നിനക്കൊരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാല് എന്റെ മോന്റെ അടുത്ത്, അതായത് നിന്റെ അച്ഛന്റെ അടുത്ത് ഞാൻ പോകുന്ന കാര്യം ഒന്ന് ഇൻഫോം ചെയ്യണം. ഇനി ഞാൻ പറയുന്നത് നീ ശ്രദ്ധയോടുകൂടി കേൾക്കണം. നിനക്കും ഇപ്പോ ഒരു ഫാമിലി ഉണ്ട്. ഹുവാനയുടെ ഫാമിലിയും നിന്റേത് തന്നെയാണ്. അതോർത്ത് നീ ഫാമിലിയുടെ കൂടെ ജീവിക്കാനായിട്ട് തുടങ്ങണം. നീ എപ്പോഴും ഒരു തെരുവ് പൂച്ചേനെ പോലെ അവിടെ ഇവിടെ ചുറ്റിക്കറങ്ങി നടക്കുന്നതിൽ എനിക്ക് വല്ലാത്ത സങ്കടമുണ്ട്. നീ എപ്പോഴും നല്ല കുട്ടിയായിട്ട് അവരുടെ കൂടെ ജീവിക്കണമെന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ഇങ്ങനെ ഒരുപാട് സങ്കടം വരും. പിന്നെ ഒന്നും കേൾക്കാൻ നിൽക്കാണ്ട് കരഞ്ഞുകൊണ്ട് തന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോകും. അങ്ങനെ ഗ്രാൻഡ്മ ഹുവാനയുടെ നേരെ തിരിയും. ഇനി എന്റെ ഹുവാന, അവളാണ് എന്റെ ബെസ്റ്റ് പേരക്കുട്ടി. എന്റെ ഫ്യൂണറൽ നല്ല രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ട് നിന്റെ സങ്കടവും എല്ലാം ഉള്ളിലടക്കി പിടിച്ച് ഓരോ കാര്യങ്ങൾ നോക്കി നോക്കി ചെയ്യുന്നുണ്ടാകും. അതെനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. ഞാൻ തന്നെ സ്വതന്ത്രമായിട്ട് വളർന്ന ഒരു പെണ്ണാണ്. അതേപോലെ നീയും വളരണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അങ്ങനെയാണ് ഞാൻ നിന്നെ വളർത്തിയത്. നീയും അതേപോലെ തന്നെ ആയി. അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ആരുടെയും ഹെൽപ്പ് വാങ്ങാണ്ട് മുന്നോട്ട് ജീവിക്കണം എന്നല്ലേ നിന്റെ ആഗ്രഹം? അത് ഇച്ചിരി കഠിനമാണ്, കടുകട്ടിയാണ്. എന്നാലും നീ അതേപോലെ തന്നെ മുന്നോട്ട് പോകണം. എന്ത് നടന്നാലും എന്തൊക്കെ സംഭവിച്ചാലും നിന്നെ ഞാൻ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കും. അതൊരിക്കലും നീ മറന്നു പോകരുതെന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ തന്നെ ഹുവാനയും ഭയങ്കരമായിട്ട് പൊട്ടി പൊട്ടി കരയാനായിട്ട് തുടങ്ങും. അങ്ങനെ ഗ്രാൻഡ്മയുടെ ഫ്യൂണറലും കഴിയും. ഹുവാന മാറിയിരുന്ന് ഭയങ്കര ഫീൽ ചെയ്തുകൊണ്ടിരിക്കും. ഇത് കണ്ടുകൊണ്ടാണ് ഹുവാനയുടെ അമ്മയോ അച്ഛനും ഷാവും വരുന്നത്. അങ്ങനെ തന്നെ ഹുവാനയുടെ അടുത്തേക്ക് വരും. കയ്യിലിരുന്ന ഒരു ടിഷ്യൂ എടുത്ത് ഹുവാനയുടെ കയ്യിലേക്ക് കൊടുക്കും. അപ്പൊ തന്നെ അച്ഛനും, വാ മോളെ നമുക്ക് വീട്ടിലേക്ക് പോകാം, എന്തെങ്കിലും കഴിച്ചിട്ട് നമുക്ക് എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാന്ന് പറയും. ഇല്ലച്ചാ, എനിക്കിപ്പോ വരാനായിട്ട് സാധിക്കില്ല. എനിക്ക് ഗ്രാൻഡ്മ
ഗ്രാൻഡ് നഴ്സിംഗ് ഹോമിലേക്ക് ഒന്നുകൂടെ പോകണം, ഒരു ദിവസം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഞാൻ എന്തായാലും വീട്ടിലേക്ക് വരാന്ന് പറയും. അപ്പോഴാണ് ഹുവാന അമ്മയുടെ കാല് ശ്രദ്ധിക്കുന്നത്. ഹീൽസ് ഒക്കെ ഇട്ട് കാല് കുറച്ച് പൊട്ടിയിട്ടൊക്കെ ഉണ്ട്. അപ്പൊ തന്നെ ബാഗിൽ നിന്ന് ഒരു ബാൻഡേജ് ഒക്കെ എടുത്ത് ആ ഒരു മുറിവില് ഒട്ടിച്ചൊക്കെ കൊടുക്കും. ഇതും കൂടി ആവുമ്പോ അമ്മയും ഭയങ്കര ഇമോഷണൽ ആയിട്ട് കരയാനായിട്ട് തുടങ്ങും. അങ്ങനെ തന്നെ ഹുവാന നേരെ ഗ്രാൻഡ്മയുടെ ആ ഒരു റൂമിലേക്ക് ചെല്ലും. എങ്ങോട്ട് തിരിഞ്ഞാലും ഗ്രാൻഡ്മയുടെ ഓർമ്മകളാണ് ഹുവാനയുടെ മനസ്സിലേക്ക് വരുന്നത്. അപ്പോഴാണ് ഒരു ബൗളില് ഹുവാന ഗ്രാൻഡ്മക്ക് കൊടുത്ത ആ ഒരു പെൻഡന്റ് കാണുന്നത്. അങ്ങനെ തന്നെ ആ പെൻഡന്റ് എടുത്ത് വീണ്ടും ഗ്രാൻഡ്മേനെ ഓർത്ത് പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കും. അതേ ടൈം മിങ്ങാണെങ്കിലും മിങ്ങും ഗ്രാൻഡ്മയും കൂടി വെച്ച ആ ഒരു ട്രീ ഉണ്ടല്ലോ, അതിന്റെ കീഴിലിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കാണ്. ഈ ലോകത്ത് ഒരു ബന്ധു എന്ന് പറയാനായിട്ട് ഗ്രാൻഡ്മ മാത്രമല്ലേ ഉണ്ടായുള്ളൂ. ഇപ്പൊ താനൊരു അനാഥനായി എന്ന് പറഞ്ഞ് ഭയങ്കര ഫീൽ ചെയ്ത് കരഞ്ഞുകൊണ്ടിരിക്കും. അതേ ടൈം ഹുവാനെ കാണിക്കാണ്. ഗ്രാൻഡ്മയുടെ റൂമിൽ കിടന്നുറങ്ങിക്കൊണ്ടിരിക്കും. പെട്ടെന്നാണ് ഫേസിലേക്ക് വെളിച്ചമൊക്കെ അടിക്കുന്നത്. അങ്ങനെ തന്നെ എഴുന്നേറ്റ് നോക്കുമ്പോ ഗ്രാൻഡ്മ ഹുവാനയുടെ ഫ്രണ്ടിൽ ഇരിക്കുവാണ്. എന്താ മോളെ, ഗ്രാൻഡ്മ ഇവിടെ നിന്ന് പോയതിൽ നിനക്ക് സങ്കടം ഉണ്ടോ? നമ്മള് ജനിച്ചു വീഴുന്നത് ഒറ്റക്കല്ലേ, അതേപോലെ തന്നെ മരണത്തിലും നമ്മൾ ഒറ്റക്ക് പോവേണ്ടി വരും. ഞാൻ എന്റെ ലൈഫ് എന്റെ ഇഷ്ടപ്രകാരം ഹാപ്പി ആയിട്ടാണ് ജീവിച്ചത്. അതേപോലെ നീയും മുന്നോട്ട് പോകണം, നീയും ഹാപ്പി ആയിട്ട് ജീവിക്കണം. ഇത് മാത്രം ഗ്രാൻഡ്മക്ക് കണ്ടാ മതി. നിന്റെ കൂടെ എപ്പോഴും ഗ്രാൻഡ്മ ഉണ്ടാകും എന്നും പറഞ്ഞിട്ട് ഒരു ഗുഡ് ബൈ ഒക്കെ പറഞ്ഞ് ഗ്രാൻഡ്മ അവിടെ നിന്ന് പോകും. ഹുവാനയാണെങ്കിലും ഗ്രാൻഡ്മ പോവല്ലേ പോവല്ലേ എന്നും പറഞ്ഞ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തോണ്ടിരിക്കും. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് മിങ് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോ ഹുവാന പുറത്തേക്ക് നോക്കി നിൽക്കുവാണ്. നിങ്ങൾ ഇത് കണ്ടോ, ഗ്രാൻഡ്മ വെച്ച എല്ലാ ചെടികളും വാടിപ്പോയി എന്ന് പറയും. അപ്പൊ തന്നെ മിങ്ങും, നീ ഗ്രാൻഡ്മനെ പറ്റിയുള്ള ഒരുപാട് ഓർമ്മകള് ഫ്യൂണറലിന്റെ അന്ന് പറഞ്ഞില്ലേ, അതേപോലെ എനിക്കും ഒരുപാട് ഓർമ്മകളൊക്കെ ഉണ്ട്. അതൊക്കെ നിനക്ക് അറിയണ്ടേ, ഞാൻ നിനക്ക് പറഞ്ഞു തരാന്നും പറഞ്ഞ് രണ്ടുപേരും കൂടി മാറിയിരിക്കും. എന്റെ ഫാദർ ഒരുപാട് ബിസിനസ് ഒക്കെ ചെയ്ത് ഒരുപാട് കടവുമായിട്ട് എങ്ങോട്ടോ ഓടിപ്പോയി. എന്റെ അമ്മയുടെ പേരിലും ഒരുപാട് കടവ് ഉണ്ടായിരുന്നു എന്നും പറഞ്ഞ് നേരെ ഫ്ലാഷ് ബാക്കിലേക്ക് പോവാണ്. മിങ് ഒരു ദിവസം വീട്ടിലിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് പുറത്തു നിന്ന് ഒരുപാട് സൗണ്ട് കേൾക്കും. അങ്ങനെ പുറത്തേക്ക് വന്ന് നോക്കുമ്പോ ഒരുപാട് കടക്കാർ വന്ന് വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും പെറുക്കിക്കൊണ്ട് പോകും. അമ്മയും അതൊക്കെ കണ്ട് കരഞ്ഞുകൊണ്ട് നിൽക്കാണ്. അങ്ങനെ അമ്മ മിങ്ങിനെയും കൂട്ടി തന്റെ ബോയ് ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോകും. ഓരോ വർഷം കൂടുന്തോറും ബോയ് ഫ്രണ്ടിനെ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. മിങ്ങും അതേപോലെ തന്നെ അമ്മയുടെ കൂടെ ഓരോ ബോയ് ഫ്രണ്ടിന്റെ വീട്ടിൽ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഒരു ഘട്ടത്തിന് മേലിൽ ഇങ്ങനെ ഒരു ജീവിതം ജീവിക്കേണ്ട ആവശ്യമുണ്ടോന്ന് പോലും തോന്നിയിട്ടുണ്ട്. ആ ടൈമിലാണ് 10 മണിക്കൂർ ട്രാവൽ ചെയ്ത് ഗ്രാൻഡ്മ എന്നെ കാണാനായിട്ട് വരുന്നത്. അത്രയും ദൂരം ട്രാവൽ ചെയ്തിട്ട് പോലും ഡ്രസ്സിലൊരു ചുളിവ് പോലും ഉണ്ടായിട്ടില്ല. വലിയൊരു കൂളിംഗ് ഗ്ലാസും വെച്ച് ഒരു ഹാൻഡ് ബാഗും തൂക്കി എന്റെ ഫ്രണ്ടിലേക്ക് വന്ന് നിന്നു. അത്രയും ക്യൂട്ടായിട്ടായിരുന്നു ഗ്രാൻഡ്മ വന്നത്. അങ്ങനെ ഹാൻഡ് ബാഗിൽ നിന്ന് ഒരു കെട്ട് പണം എടുത്ത് എന്റെ അമ്മയുടെ കയ്യിലേക്ക് വെച്ച് കൊടുത്തു. ഉള്ള ക്യാഷ് കൊണ്ട് നീ നിന്റെ കടമൊക്കെ തീർക്കാനായിട്ട് നോക്ക്. നീ ഇങ്ങനെ നിന്റെ മകനെയും കൊണ്ട് ചുറ്റി നടക്കാണ്ട് അവനെ എന്നെ ഏൽപ്പിച്ചോ, ഞാൻ അവനെ നന്നായിട്ട് പഠിപ്പിച്ചോളാം, അവന്റെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാന്നും പറഞ്ഞ് എന്റെ പഠിപ്പിന്റെ കാര്യങ്ങളെല്ലാം നോക്കിയത് ഗ്രാൻഡ്മയാണ്. പിന്നീട് എന്റെ അമ്മ എന്നെ ഇട്ടേച്ച് പോയിട്ടും ഗ്രാൻഡ്മ എന്നെ ഇട്ടേച്ച് പോയില്ല, എന്റെ കൂടെ തന്നെ ഉണ്ടായി. എന്നാലും എനിക്ക് ഗ്രാൻഡ്മയുടെ മേത്ത് വലിയ സ്നേഹമൊന്നും ഉണ്ടായില്ല. ഗ്രാൻഡ്മ കാരണമല്ലേ ഞാൻ ഈ ഒരു അവസ്ഥയിൽ എത്തിയത്. ഗ്രാൻഡ്മയുടെ മോന നല്ല രീതിയിൽ വളർത്തിയിരുന്നെങ്കിൽ ഞാൻ ഇത്രയും കഷ്ടപ്പെടേണ്ടി വരില്ലായിരുന്നല്ലോ. അതോർത്ത് എനിക്ക് എപ്പോഴും ഗ്രാൻഡ്മയുടെ മേത്ത് ഒരു വെറുപ്പായിരുന്നു ഉണ്ടായിരുന്നെന്ന് പറയും. അപ്പൊ തന്നെ ഹുവാനയും, നിനക്കിപ്പോഴും ഗ്രാൻഡ്മയുടെ മേത്ത് ആ വെറുപ്പ് ഉണ്ടോന്ന് ഇങ്ങനെ ചോദിക്കും. ഇല്ല, എനിക്കിപ്പോ റെസ്പെക്റ്റ് ആണുള്ളത്. ശരിക്കും ഞാനിപ്പോ ഗ്രാൻഡ്മേനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്ന് പറയും. നീ ഇനി ഒരിക്കലും സങ്കടപ്പെടേണ്ട, നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം. ഗ്രാൻഡ്മക്ക് നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം. നമ്മുടെ കൂടെ എപ്പോഴും ഗ്രാൻഡ്മയും ഉണ്ടാകും, അതെനിക്ക് ഉറപ്പാണെന്നും പറഞ്ഞിട്ട് ഹുവാനയും അങ്ങനെ മിങ്ങിനെ സമാധാനിപ്പിക്കും. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഹുവാന അവളുടെ വർക്കിനായിട്ട് കയറും. കുറച്ചു നേരം കഴിയുമ്പോഴേക്കും ഹീയുടെ അടുത്ത് നിന്നും കോള് വരും. നിങ്ങളുടെ വർക്ക് എല്ലാം കഴിഞ്ഞതിന് ശേഷം മിങ്ങിനെ ഒന്ന് ചെന്ന് നോക്കാമോ, അവൻ ഒരുപാട് ദിവസമായിട്ട് ഭക്ഷണമൊന്നും കഴിക്കാണ്ട് കുറച്ചു പോലും ഉറങ്ങാണ്ട് വർക്ക് എന്നും പറഞ്ഞ് വർക്ക് ചെയ്തോണ്ടിരിക്കുവാന്ന് പറയും. നീ എന്തായാലും വിഷമിക്കണ്ട, ഞാൻ നോക്കിക്കോളാന്നും പറഞ്ഞിട്ട് ഹുവാനയും കോൾ കട്ട് ചെയ്യും. എന്തായാലും ഹുവാന വർക്ക് ചെയ്യുന്ന അതേ സ്ഥലത്ത് തന്നെയാണല്ലോ മിങ്ങും താമസിക്കുന്നത്. അങ്ങനെ നേരെ മിങ്ങിന്റെ റൂമിലേക്ക് ചെല്ലും. മിങ്ങാണെങ്കിലും മര്യാദക്കൊന്ന് കുളിക്കാണ്ട് വീടൊക്കെ ഭയങ്കര കച്ചറ പോലെ ഇട്ട് വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. അങ്ങനെ ഹുവാന അകത്തേക്ക് കയറി വന്ന് ഞാനിവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ എന്ന് ഇങ്ങനെ ചോദിക്കും. വേണ്ടാന്ന് മിങ് പറയുന്നുണ്ടെങ്കിലും ഹുവാന അതൊന്നും മൈൻഡ് ചെയ്യാണ്ട് സ്ക്രീനൊക്കെ ഒന്ന് മാറ്റി വീടിനകത്തേക്ക് വെളിച്ചമൊക്കെ കൊണ്ടുവരും. അങ്ങനെ അവിടെ മൊത്തം ക്ലീൻ ചെയ്യാനും തുടങ്ങും. മിങ് ഇടയ്ക്കിടക്ക് ഹുവാനേനെ നോക്കുന്നുണ്ടെങ്കിൽ പോലും വലിയ മൈൻഡ് ഒന്നും കൊടുക്കുന്നില്ല. അങ്ങനെ ഹുവാനയും ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ മിങ്ങിന്റെ അടുത്തേക്ക് വരും. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ മനുഷ്യരാണ്, ഫുഡൊന്നും കഴിക്കാണ്ട് ജീവിക്കാനായിട്ട് പറ്റില്ല. എന്തായാലും കുളിച്ചിട്ട് നേരെ ഫുഡ് കഴിച്ചേക്കണം, എന്നിട്ട് നമുക്ക് രണ്ടുപേർക്കും കൂടി നാളെ ഗ്രാൻഡ്മേനെ കാണാനായിട്ട് പോവാന്നും പറഞ്ഞ് ഹുവാന അവിടെ നിന്ന് പോകും. അങ്ങനെ നെക്സ്റ്റ് ഡേ രണ്ടുപേരും കൂടി ഗ്രാൻഡ്മയുടെ കല്ലറയിലേക്ക് വരും. അങ്ങനെ ഗ്രാൻഡ്മക്ക് ഇഷ്ടമുള്ള ഒരുപാട് ഫുഡെല്ലാം അവിടെ വാങ്ങി വെക്കും. എന്താ നീ ഇങ്ങനെ നിൽക്കുന്നത്, നീ ഇങ്ങനെ സങ്കടപ്പെട്ട് നിന്നാല് ഗ്രാൻഡ്മ എങ്ങനെയാണ് സന്തോഷിക്കുക, നീ ഒന്ന് ചിരിച്ചു നിൽക്കെന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ മിങ്ങും
ലൈറ്റ് ആയിട്ട് ചിരിക്കാനായിട്ട് തുടങ്ങും. മിങ്, നിനക്കൊരു കാര്യം അറിയാമോ? ഗ്രാൻഡ്മയിലെ ഇന്നലെ എന്റെ സ്വപ്നത്തിൽ വന്നായിരുന്നു. ഗ്രാൻഡ്മ എന്താ പറഞ്ഞതെന്ന് നിനക്കറിയാമോ? എനിക്ക് മിങ്ങിന്റെ സ്വപ്നത്തിലേക്ക് പോണോന്ന്, പക്ഷെ അവൻ ഉറങ്ങുന്നില്ല എന്ന് പറഞ്ഞു എന്നറിയും. ഇത് കേൾക്കുമ്പോ മിങ്ങു ഒന്ന് ചിരിക്കും. ഗ്രാൻഡ്മ, ദേ ഇവൾക്ക് എന്തോ ബോറടിച്ചു എന്ന് തോന്നുന്നു, എന്നെ നോക്കി കളിയാക്കിക്കൊണ്ടിരിക്കുവാന്നറിയും. ദേ നോക്ക് മിങ്, ഗ്രാൻഡ്മ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാകും. നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കാനാണ് ഗ്രാൻഡ്മ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ നോക്കണമെന്നും പറഞ്ഞിട്ട് മിങ്ങിനെ ഒന്ന് അഡ്വൈസ് ചെയ്തോണ്ടിരിക്കും. മിങ് അങ്ങനെ എന്തോ പറയാനായിട്ട് വരുമ്പോഴേക്കും പെട്ടെന്ന് ഗ്രാൻഡ്മയുടെ ആ ലോയറിന്റെ അടുത്ത് നിന്നും കോള് വരും. ഗ്രാൻഡ്മ വില്ലിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്താണെന്ന് നാളെ ഞാൻ പറയാൻ വേണ്ടി പോവാണ്. അപ്പൊ നാളെ 10 മണിയാകുമ്പോ ഓഫീസിലേക്ക് വരണമെന്നും പറഞ്ഞ് ലോയർ കോള് കട്ട് ചെയ്യും. അപ്പൊ തന്നെ മിങ്ങും, ഗ്രാൻഡ്മക്ക് നീയും ഒരു ഫാമിലി മെമ്പർ അല്ലേ, അപ്പൊ നിന്നെയും വിളിക്കും. ഗ്രാൻഡ്മ എന്തോ വലുത് നിനക്ക് വേണ്ടിയും എഴുതി വെച്ചിട്ടുണ്ട്, നിന്നോട് അത്രയ്ക്കും ഗ്രാൻഡ്മക്ക് സ്നേഹം ഉണ്ടെന്ന് പറയും. ഇത് കേൾക്കുമ്പോ ഹുവാനക്കും ഒരുപാട് ഹാപ്പി ആകും. അങ്ങനെ നൈറ്റ് ആകുമ്പോ ഇങ്ങനെ കാണാനായിട്ട് വരും. ഹുവാനെ നിങ്ങൾ പ്രപ്പോസ് ചെയ്യുന്നില്ലേ, നിങ്ങളുടെ ലവ് അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകുന്നില്ലേ എന്ന് ഞാൻ ചോദിക്കും. നിങ്ങാണെങ്കിലും ഒന്നും വേണ്ടായിട്ട് നിൽക്കും. ഓക്കെ, ഞാൻ എന്തായാലും നിങ്ങളുടെ പേഴ്സണൽ കാര്യത്തിലൊന്നും ഇടപെടുന്നില്ല, പ്രൊഫഷണലായിട്ട് സംസാരിക്കാം. നാളെ നിങ്ങളുടെ കയ്യിലേക്ക് ഷിംഗ്ലി ഹോട്ടൽ കിട്ടും. അതിനുശേഷം നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇവിടെ തന്നെ സ്റ്റേ ചെയ്യുമോ, തിരിച്ച് സ്വിറ്റ്സർലാൻഡിലേക്ക് പോകുമോ എന്ന് ഇങ്ങനെ ചോദിക്കും. നിങ്ങൾ അപ്പോഴും ഒന്നും പറയാണ്ട് എന്തോ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ നെക്സ്റ്റ് ഡേയും ആകും. എല്ലാവരും തന്നെ ലോയറിന്റെ ഓഫീസിലേക്ക് എത്തും. മിങ്ങാകെ ടെൻഷനിലാണ് ഇരിക്കുന്നത്. അപ്പൊ തന്നെ ലോയറും വന്ന് വില്ല് വെച്ചെടുക്കുന്ന പെട്ടി ഓപ്പൺ ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് ഗ്രാൻഡ്മ വില്ലൊക്കെ ചേഞ്ച് ചെയ്യാറുണ്ട്. ഇത് ലേറ്റസ്റ്റ് വില്ലാണ്, ഗ്രാൻഡ്മ മരിച്ചു പോകുന്നതിന് തൊട്ട് മുമ്പ് എഴുതിയ വില്ലാണെന്ന് പറഞ്ഞിട്ട് ആ വില്ല് തുറന്ന് വായിക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ എല്ലാ വില്ലും കേട്ടതിന് ശേഷം ഹുവാനയും പാരന്റ്സും ഭയങ്കര ഷോക്കായിട്ട് പുറത്തേക്ക് നടന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഉള്ളതിൽ ഏറ്റവും ഷോക്കായിട്ടുള്ളത് നമ്മുടെ ഹുവാനയാണ്. അങ്ങനെ വില്ലിൽ എന്താണ് എഴുതി വെച്ചിരിക്കുന്നതെന്ന് ഇപ്പോഴാണ് നമ്മളെ കാണിക്കുന്നത്. ഗ്രാൻഡ്മയുടെ ഓർണമെന്റ്സും ബാഗ്സും ഹുവാനയുടെ അമ്മക്കും, അക്കൗണ്ടിലുള്ള എല്ലാ തുകയും ഹുവാനയുടെ അച്ഛനും, തന്റെ പാരമ്പര്യ സ്വത്തായിട്ടുള്ള വലിയൊരു വീടും പറമ്പും അതിലുള്ള പൂന്തോട്ടവും എല്ലാം കൂടി നമ്മുടെ മിങ്ങിന്റെ പേരിലും എഴുതി വെച്ചിട്ടുണ്ട്. അതേപോലെ 1938 പണി തീർത്ത ഷിംഗ്ലി ഹോട്ടൽ എന്റേതാണ്. ആ ഒരു ഷിംഗ്ലി ഹോട്ടല് എന്റെ ട്രസ്റ്റിന്റെ കീഴിൽ 10 വർഷവും അതിനുശേഷം ഹുവാനയുടെ പേരിലേക്കും പോകുന്നതായിരിക്കും എന്ന് പറഞ്ഞ് പ്രത്യേകം അതിൽ എഴുതിയിട്ടുണ്ട്. ഇത് കേൾക്കുമ്പോൾ മിങ്ങാകെ ഷോക്കാകും. അതേപോലെ തന്നെ ഹുവാനയുടെ പാരന്റ്സും ഭയങ്കര ഷോക്കായിട്ട് നിൽക്കും. എന്തായാലും ഇതോടുകൂടി തന്നെ ഇന്നത്തെ എപ്പിസോഡും കൂടി ഇവിടെ അവസാനിക്കുകയാണ്. നെക്സ്റ്റ് എപ്പിസോഡുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ പുതിയ കൂട്ടുകാരെങ്കിലും നമ്മുടെ ഈ ചാനൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. കൂടെ തന്നെ വീഡിയോക്ക് ഒരു ലൈക്കും, വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റിലൂടെയും അറിയിച്ച് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡുമായിട്ട് വരുന്നവരേക്കും ടാറ്റ ബൈ ബൈ, സി യു.